പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചിട്ട് അധികം താമസിയാതെയാണ് പൂതനയെ വധിച്ചത്. 3-ാമത്തെ ദിവസം എന്നാണ് പറയുന്നത്. പൂതനാവധത്തിന് ശേഷം പരീക്ഷിത്ത് ചോദിക്കുകയാണ്, ഏനാവതാരേണ ഭഗവാൻ ഹരിരീശ്വര കരോതി കർണരമ്യാണി മനോജ്ഞാനി ജനപ്രഭോ. നീ എന്തെല്ലാം ആ കാര്യങ്ങളാണ് കൃഷ്ണൻ ചെയ്തത്, ഹരിയായിട്ടുള്ള ഈശ്വരൻ ചെയ്തത്. മനോജ്ഞവും കർണാനന്ദകരവുമായ ആ കഥകളെ എനിക്ക് കേട്ടിട്ടും മതിയാവണില്ല എന്നല്ല, കൂടുതൽ കേൾക്കണം. എന്താ അതിൻ്റെ ഫലം? എച്ചുണ്ണതോബൈത്യരതർ വിതൃഷ്ണ സത്തഞ്ച ശുദ്ധ്യഞ്ച ചിരേണ പുംസ ഭക്തിഹരോ തത്പുരുഷേ ച സഖ്യം തദേവഹാരം പദമന്യസേചേത്. ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴാണ് ചുണ്ണതോ ഉപൈതി, ഏതൊരാൾ അത് കേട്ടതുമായിട്ട് ഉൾക്കൊള്ളുവോ അരതി, ഈ പ്രപഞ്ചത്തോടുള്ളതായിരിക്കുന്ന വിരക്തി ഉണ്ടാവും. വിതൃഷ്ണ, ആഗ്രഹമില്ല, ആഗ്രഹത്തിൻ്റെ വിപരീതമാണ് വിതൃഷ്ണ. എന്നിട്ട് എന്തുണ്ടാവും? സത്വം ച ശുദ്ധ്യന്തി, സത്വഗുണം ഉണ്ടാവുക. സത്വം ശുദ്ധ്യത്തി മീൻസ് സത്യം നമുക്കുണ്ടാക്കിത്തരും, സത്വഗുണം ഉണ്ടാവുന്നു. അത് ഈ ഈശ്വര കഥകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. സത്വഗുണം ഉണ്ടാവാൻ ഇത്തിരി ആഹാരം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഇഞ്ചക്ഷൻ ചെയ്യാൻ ഒന്നും പറ്റില്ല. ഈ സത്വഗുണത്തിരി ഉണ്ടായിക്കളച്ചാൽ പറ്റുമോ? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എച്ചുണ്ണതോബൈത്യരതിർ, ഭഗവാന്റെ കഥകൾ അങ്ങനെ എല്ലാ സംഘവും വിട്ടിട്ട് അങ്ങനെ കേൾക്കുക. ഇപ്പം സത്വഗുണം താനേ ഉണ്ടാവും. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഹാരം എന്ന് പറഞ്ഞാൽ മനോഹരമായ ആ ഭക്തി ഭഗവാനിൽ വർദ്ധിക്കുന്ന കഥകളെ എനിക്ക് പറഞ്ഞു തരണം. ഇപ്പം സുഖമഹർഷി പറഞ്ഞു, കഥാചിതൗത്ഥാനിക കൗതുക പ്ലവേ ജന്മക്ഷയോഗേ സമവേതയോഷിതാം. മനോഹരമായിട്ടുള്ള ഭഗവാൻ എണീറ്റിങ്ങനെ നടക്കാൻ തുടങ്ങുന്ന ആ ഒരു ദിവസത്തിൽ, കൃഷ്ണവിലാസത്തിലും ഇതിലൊക്കെ ആ നടത്തത്തിനെ പറയും. മനോഹരമായിട്ട് കാലിങ്ങനെ ഉദഞ്ജയമാസ പദാരവിന്ദം, താമരപ്പൂ പോലുള്ളതാക്കുന്ന ആ കാലിങ്ങനെ ഉയർത്തി, ഒരു കാല് ഉയർത്തുമ്പം ആ ഭൂമി പറയും, എന്തിനാ ഭഗവാനെ ആ കാലെടുക്കണ്ട കേട്ടോ, കാല് മേല് വയ്ക്കുമ്പോൾ എന്തൊരു സുഖമാണ് എനിക്കുള്ളത്, അതും കളഞ്ഞിട്ട് എന്തിനാണ് ആ കാല് എന്നിൽ നിന്ന് എടുക്കണത്. ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും മനോഹാരിത ആകർഷണമായിട്ടുള്ള അവസ്ഥയിലാണ് ഓരോരോ പാദം ചിന്ന പദം വെച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഭഗവാൻ നടക്കാൻ തുടങ്ങുന്ന ആ ഒരു പ്രായം, അതാണ് സമയം. ജന്മക്ഷയോഗേ സമവേതയോഷിതാം. ഒരു ജന്മദിനം ആണ്, മാസം വരുന്ന പിറന്നാളാണ്, കൊല്ലത്തിൽ വരുന്ന പിറന്നാളല്ല. ജന്മക്ഷയോഗേ സമവേതയോഷിതാം. വരുന്നവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അടുക്കളയിൽ എന്തൊക്കെയോ ശ്രദ്ധയോട് കൂടിയിട്ട് ആ യശോദ തിരക്കിലാണ്. അതാണ് പറഞ്ഞത്, ആദിത്രഗീതമന്ത്രവാചകേ ചകാരസൂനോരഭിഷേചനം സതി. വന്നവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള സ്വീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ അത്യാവശ്യം ഗസ്റ്റൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. അതാത് ദിവസത്തെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒന്നങ്ങനെ തിരക്കാണ്. നന്ദസ്യ പത്നീകൃതമജ്ജനാധികം വിപ്രേകൃത സ്വത്തേനം സുപൂജിതൈ. വിപ്രന്മാരെയൊക്കെ വിളിച്ച് അവർക്കൊക്കെ ദക്ഷിണ മുതലായിട്ട് കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് സ്വസ്തിയേനം എന്ന് പറയുക. സ്വസ്തി ഉണ്ടാവട്ടെ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. കുട്ടികൾക്കൊക്കെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. സ്വസ്തി ഉണ്ടാവട്ടെ, നാവർ കൊച്ചില്ല, ഇതൊക്കെ കുട്ടിക്ക് കണ്ണ് തൃഷ്ടി മുതലായിട്ട് തട്ടാതിരിക്കാനും പലരുടെയും അനുഗ്രഹം ഉണ്ടാവും. ആരുടെയും മനസ്താപം കുട്ടിയെ ചൊല്ലി ഉണ്ടാവരുത്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള കൃതമജ്ജനാതി കുളിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വിപ്രേകൃത സ്വസ്തിയേനം പൂജിതേ, നന്നായി പൂജിക്കപ്പെട്ടതായിരിക്കുന്ന ആ വിപ്രന്മാർ സ്തുസ്തേനം ചെയ്തു, കുട്ടിക്ക് മംഗളാശംസകളും കൊടുത്തു എന്നാണ്. അങ്ങനെ തിരക്കിലായിരിക്കുന്ന സമയത്താണ് അതശയാനഷ്ടശിശോരനോൽപക പ്രഭാള മൃത്യങ്കൃഗതം വ്യവർത്തത വിദ്വത്തനാന രഥകുപ്യവാചനം വ്യത്തത്തെ ചക്രാക്ഷ വിഭിന്ന കൂപരം. പെട്ടെന്നൊരു ശബ്ദമാണ് കേട്ടു. എന്തോ ഒരു ശബ്ദം കേട്ടു. യശോദ അയ്യോ കുട്ടിയുടെ എല്ലാം പറ്റുമോ വിചാരിച്ച പെട്ടെന്ന് അതാണല്ലോ, എന്ത് പറ്റിയാലും കുട്ടിക്ക് വല്ലതും പറ്റുമോ, ചെറിയ കുട്ടികളുള്ളവർക്ക് അവിടേക്ക് ആ ചിന്ത പോവുക. വേഗം വന്ന് നോക്കുമ്പോൾ അത്യത്ഭുതമായിട്ടൊരു കാഴ്ച കണ്ടു. എന്താ അത്? ആ വണ്ടിയുടെ താഴത്ത കൃഷ്ണനെ കിടത്തിയിരുന്നത്. ചാടായി വന്ന ചകടാസുരനാണ് അപ്പം അത്. എന്തായാലും അതിൻ്റെ താഴ്ത്തന്നെ തന്നെ കിടത്തിയിട്ട് നന്നായി, എളുപ്പമായില്ലോ കൊല്ലാൻ എന്ന് ഭഗവാൻ
ആരും അറിഞ്ഞില്ല തൻ്റെ വിചാരം. വേറെ ആളറിയാൻ പറ്റുമോ? ചെറിയ കുട്ടിയാണ്. ഉള്ളിലങ്ങനെ വിചാരിച്ചു, നന്നായി, ഏതായാലും അവിടെ തന്നെ കിടത്തിക്കോളൂ അമ്മേ, നന്നായി എന്നും പറഞ്ഞ് ഭഗവാൻ അവിടെ ഇങ്ങനെ കിടന്നു. എന്നിട്ടോ ഈ വണ്ടി കഷ്ണം കഷ്ണമായിട്ടങ്ങനെ കിടക്കണതാണ് യശോദ കണ്ടത്. കഥം സ്വയം വൈ ശകടം ബിബര്യഗാഡ്. ഈ ബലിഷ്ഠമായിട്ടുള്ള ഒരു വണ്ടി എങ്ങനെ ഇപ്പോൾ ഇത്രയും കഷ്ണങ്ങളായിട്ട് മാറിയത് എന്നങ്ങനെ ചോദിച്ചു. ഓരോ കുട്ടികളും പറഞ്ഞു, ഒന്നുമല്ല യശോദമ്മേ, ഉണ്ണി കാലിട്ട് അടിച്ചില്ലേ, അപ്പോൾ ആ കാല് കൊണ്ടിട്ട് ഈ വണ്ടി ഇപ്രകാരം കഷ്ണങ്ങളാണ്. പാതേന ക്ഷിപ്തമേതൻ ന സംശയ. ഉറപ്പാണ്, സംശയമൊന്നുമില്ല ഇതിൽ. യശോദയ്ക്കുണ്ടോ വിശ്വാസം വരണു? ചെറിയ കുട്ടിയുടെ കാല് വണ്ടി കൊണ്ട കാല് മുറിയാന്നല്ലാണ്ട് വണ്ടി ഇത്ര കഷ്ണങ്ങളാവാൻ വല്ല ന്യായമുണ്ടോ? ഇതെന്താ നിങ്ങളിപ്പോൾ ഈ പറയണത്? അതെന്താ കാരണം? അപ്രമേയം ബലം തസ്യ ബാലകസ്യ ന തേ വിദു. ആ കുട്ടിയുടെ ബലമുണ്ടോ ഇവരറിയണു പരീക്ഷിത്തേ. ഏത് കുട്ടിയായി കിടക്കണത് എന്ന് അവർ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അതിൽ വിശ്വാസം പൂണ്ടില്ല. ഓരോരുത്തരെയൊക്കെ വിളിച്ചു വെച്ചു, യശോദേ ഇങ്ങോട്ട് നീ എന്താ കണ്ടത്? യശോദേ, ഒറ്റ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഉറപ്പാണ്. കുട്ടിയുടെ ഇടത്തെ കാല് വണ്ടിയുടെ മുകളിൽ കൊള്ളണത് ഞാൻ കണ്ടു. ഉറപ്പാ? അതെ. വേറൊരാളെ വിളിച്ചു, നീ എന്താ കണ്ടത്? ഞാൻ കുട്ടിയുടെ വലത്തെ കാല് കണ്ടത്. ഓ, അങ്ങനെ വെച്ചാൽ ഉറപ്പാണ്, അത് നുണയാണ്. ഒരാൾ ഇടത്തെ കാല് കൊള്ളണത് കാണാം, ഒരാൾ വലത്തെ കാല് കൊള്ളണത് കാണാം. മൂന്നാമതൊരാളെ വിളിച്ച് ചോദിക്കുക, നീ എന്താ കണ്ടത്? യശോദമ്മ, ഇവർ രണ്ടാൾ പറയണതും തെറ്റാണ്, രണ്ട് കാലും കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കുട്ടിയുടെ കാലെന്നെ കൊണ്ടിരിക്കണം, വേറൊന്നുമില്ല. ഒരാൾ ഇടത്തെ കാലേ പറഞ്ഞു, ഒരാൾ വലത്തെ കാലേ പറഞ്ഞു, മറ്റൊരാൾ രണ്ട് കാലെന്നും പറഞ്ഞു. മൂന്നാളും പറഞ്ഞിടത്ത് ഒരു കാര്യം ഉറപ്പാണ്, എന്താ കാലാണ് കൊണ്ടിരിക്കണം. അപ്പം നുണയുവാനും വഴിയില്ല. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? വല്ലാത്ത അത്ഭുതമായി. അവിടെ ധാരാളം ബ്രാഹ്മണരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെയും ഉണ്ടായത്. പറയണ അസൂയ, അനൃത, ദമ്പ, ഈഷ്യ, ഹിംസ, മാന വിവർജിത. എങ്ങനത്തെ എത്രയും ബ്രാഹ്മണരുണ്ടാവുന്നുണ്ട്. അതും കൂടി നമുക്ക് പറയാം. അസൂയ, നുണ പറയലതൊന്നും ഇല്ലാത്ത, ദമ്പം, അഹങ്കാരം, ഈഷ്യ, ഇതൊന്നും ഇല്ലാത്ത ധാരാളം ബ്രാഹ്മണർ അവിടെ ഉണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണരെ കൊണ്ട് ഈ കുട്ടിക്ക് ഭയമോ കുഴപ്പമോ ബാധിക്കാതിരിക്കാൻ ചില സ്വസ്ഥേനങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. ചില വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി. കാരണം ഇത് വലിയൊരു സംഗതിയാണല്ലോ. അവിടെ അസുരനെയും കാണാണ്ട്, ഈ വണ്ടികളൊക്കെ കഷ്ണമായതോട് കൂട്ടി അസുരനെയും കാണപ്പെട്ടു മരിച്ചതായിട്ട്. അപ്പോൾ അത് കുട്ടിക്ക് ഇതാ പൂതനയുടെ വരവിന് ചേട്ടൻ രണ്ടാമത്തെ അനുഭവമാണ്. അപ്പോൾ അത് ആ വിപ്രന്മാരെ കൊണ്ട് മന്ത്രം ചെല്ലലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വസ്ഥേനങ്ങൾ ചെയ്തു. ഇപ്രാവശ്യവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യതയുണ്ടായുള്ളൂ, അപകടം ഉണ്ടായില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. എന്താ കാരണം? വിപ്രാ മന്ത്രവിദോ യുക്താത്തേയ പ്രോക്താത്തദാശിസാ നിഷ്ബലാ ഭവിഷ്യന്തി ന കഥാചിദഭിസ്ഫുടം. ഏതൊരു വേദ അനുഷ്ഠാനങ്ങളുള്ളതായിരിക്കുന്ന ബ്രാഹ്മണൻ ഒരാളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അത് വിഫലമാവില്ല. തേ നിഷ്ഫലാ ഭവിഷ്യന്തി ന, അതൊരിക്കലും വെറുതെ ആവില്ല. അതുകൊണ്ടാണ് അവരെ കൊണ്ടൊക്കെ ഒന്ന് മംഗളാശംസകൾ കുട്ടിക്ക് ചെയ്തത്, കുഴപ്പമുണ്ടാവരുത് എന്നും പറഞ്ഞിട്ടേ. ഇതാണ് കഴിഞ്ഞു. ഇനി അടുത്തത് തൃണാവർത്തൻ്റെ വരവാണ്. ഏകദാരോഗ മഹാരൂഢം ലാളയന്തീ സുതൻസതീ ഗിരിമാണം ശിശോർവോടും നസേഹേ ഗിരികൂടവ്. അപ്പം അതിനുള്ളതായ കാരണം, ഈ തൃണാവർത്തൻ വരുമ്പോൾ തനിക്ക് ആ തൃണാവർത്തനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് വേണം കൊല്ലാൻ. അങ്ങനെയാണ് ഭഗവാന്റെ പ്ലാൻ. ഓരോരുത്തരെ കൊല്ലാൻ ഓരോ പദ്ധതിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ഈ അമ്മയുടെ മടിയിലിരുന്നാൽ ഈ കാറ്റ് മേപ്പെട്ട് ഉയർത്തിയാൽ യശോദി ആകാശത്തേക്ക് ഉയരും. തനിക്കിപ്പോൾ തൃണാവർത്തനമല്ല, അതിൻ്റെ അപ്പുറത്തെ വർത്തം വന്നാലും ഒരു പേടിയില്ല. പക്ഷേ അമ്മ പേടിക്കേ. അമ്മ ആകാശത്തേക്ക് വരുന്നത് എന്താ ഇപ്പോൾ ഇത് വിചാരിക്കില്ലേ? അത്രയല്ല, ആ രഹസ്യമൊന്നും പുറത്തു വരാൻ പാടില്ല. താൻ ഈശ്വരനാണെന്നുള്ള സത്യം ഇപ്പോൾ പുറത്തു വരരുത്. അതിനെന്ത് ചെയ്യണം? അമ്മ തന്നെ അവിടെ വയ്ക്കണം. അതിനിപ്പോൾ എന്താ മാർഗം? ഒന്നാണ് കനം കൂടി നോക്കി. കനം കൂടി. ഭഗവാനുണ്ടോ കനം കൂടാൻ വല്ല വിഷമം? ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്. എത്ര കിലോ വേണച്ചാൽ കൂട്ടാം. മണിമ ഗരിമ എന്നുള്ള സിദ്ധിയാണ്ട് ഉപയോഗിച്ചാൽ എത്ര കനം വേണമെങ്കിലും കൂടും. അപ്പോൾ പണ്ടത്തെ ഒരു വിശ്വാസപ്രകാരം ഈ കുട്ടി കനം തൂങ്ങിയാൽ, ഒരു ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി വെച്ചാൽ കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്, പനിയോ അതുങ്ങളുണ്ടാവണം. അത്രയും ഇങ്ങനെ തൂങ്ങുമ്പോൾ നമുക്ക് കനം അധികം ഉണ്ട് തോന്നും അല്ലേ? പക്ഷേ കുട്ടി സ്വസ്ഥമായിട്ട് തൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ബലം പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയേ താങ്ങണ്ടു. ഇത് കുട്ടി ഇങ്ങനെ വീഴാൻ പോവാച്ചാൽ അതും കൂടി താങ്ങണ്ടേ? അപ്പോൾ ഭാരം കൂടി, എന്നാൽ ദൃഷ്ടി ബാധിച്ചു എന്നൊക്കെയാണ് പണ്ടത്തെ ഒരു വിശ്വാസം. ഈ കുട്ടി ഇപ്പോൾ അടുത്ത് ചില ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, എന്താ ശോധേ എന്നിങ്ങനെ ചോദിക്കണമുണ്ട്. അല്ല, കുട്ടി വല്ലാതെ കനം കൂടണു.
അത് വേറൊന്നുമല്ല, ഇന്നലെ അപ്പുറത്തെ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ നോക്കന്നെ കൃഷ്ണനെ. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും പറ്റിക്കും, കാരണം ആ സ്ത്രീയുടെ ദൃഷ്ടി അത്ര ശരിയല്ല. വല്ലാതെ നോക്കിയാൽ അല്ലേ, ഷോ എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞാൽ അപ്പം കഴിഞ്ഞു ഇത്രേ കഥ. ചിന്ത ആൾക്കാരൊക്കെ ഉണ്ട് ലോകത്തിൽ. ഇതങ്ങോട്ട് കേട്ടു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ അവർ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു യശോദേ പേടിക്കാനൊന്നുമില്ല, അത് ദൃഷ്ടിയാണ്. അതുകൊണ്ട് ഒന്നാ നിലവിളക്കൊക്കെ ഒന്ന് കൊളുത്തി വിളക്കത്തൊന്ന് ഒഴിഞ്ഞ കടുകും മുളക് ഒഴിഞ്ഞിടുകയൊക്കെ ചെയ്താൽ അതാണ് ശരിയാവും. ഞാനപ്പോൾ ഇത് വേറെ ഗൗരവമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ഒരു സ്ത്രീ പറഞ്ഞു കൊടുത്തു. കൃഷ്ണനെ കണ്ടാണ്ടോ ആരെങ്കിലും നോക്കാണ്ടിരിക്കണോ? അത്ര സൗന്ദര്യം ഇല്ലേ ആ മുഖത്തിൻ്റെ ഒരു ഭംഗി. സാധാരണ ഒരു കുട്ടിയെ കണ്ടാൽ തന്നെ നോക്കില്ലേ ആൾക്കാർ, എന്ത് ഭംഗിയാണ് കണ്ടോ, അത് കണ്ടോ, അത് കാണിക്കണുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കണവരാണ് നമ്മൾ. ചെറിയ കുട്ടികൾക്കൊരു കൗതുകം എത്രയായാലും ഉണ്ടാവില്ലേ, ഒരു ഒന്നും കൊടുക്കാതെ നിന്നാലും ശരി, വേറെ രീതിയിലായാലും ശരി, ആ കുട്ടികൾക്കൊരു കൗതുകമാണ്. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ ആയിട്ടത് വരുമ്പോൾ ഇല്ലേ എത്ര കൗതുകം ഉണ്ടാവണം. അതാണ് നോക്കി ഇങ്ങനെ നിന്നു, ദൃഷ്ടി വെച്ചു എന്നും പറഞ്ഞു. കുട്ടിയെ അവിടെ വെച്ചു തന്നെയാണ് അപ്പോൾ ഭഗവാൻ വേണ്ട, തന്നെ അവിടെ വെപ്പിക്കണം. അത് നടന്നു. അവിടെയുണ്ട് വെച്ചു. യശോദ നിലവിളക്ക് കൊളുത്താനും ഈ ദൃഷ്ടി ബാധിച്ചതിന് പരിഹാരം ചെയ്യാനും അല്ലേ, അതിലൊക്കെ ചില കാര്യങ്ങൾ പണ്ടുണ്ടെന്നാണ്. ശാസ്ത്രവും കാര്യങ്ങളും മന്ത്രവും വേദമൊന്നും ഇല്ലാച്ചാലും ചില ഫലങ്ങൾ കാണും അല്ലേ. നമ്മുടെ കാര്യത്തിൽ ഈ കൊതിക്കൂത എന്നൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഞാൻ ഇവിടെ അച്ഛനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ചെയ്യുക, കൊതിക്കൂത എന്തെങ്കിലും വയറ് സ്തംഭനമോ ഗ്യാസോ വന്നാൽ കുറച്ച് കുരുമുളകും ഉപ്പ് കൊടുത്തിട്ട് അടുത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ട്, അവരടുത്ത് കൊണ്ടുപോയിട്ട് കൊതിക്കൂതാൻ പറയും. അത്ര ഉയർന്ന രീതിയിലുള്ള പഠിപ്പോ കാര്യങ്ങളോ ഉള്ളവരൊന്നും അല്ല, എന്നാലും അത് ഊതിയിട്ട് ലേശം 2 കുരുമുളക് വായിലിട്ടിട്ട് ഇത് കിണറിലാണ് കൊണ്ടുപോയിട്ട വയറപ്പാണ് ശരിയാവും. ഇപ്പം ഇതിപ്പോൾ ശാസ്ത്രം ഉണ്ടായിട്ടാ മന്ത്രം ഉണ്ടായിട്ടാ സയൻസ് ഉണ്ടോ ചോദിച്ചാൽ അതുമില്ല. പക്ഷേ അനുഭവം എത്രയോ പ്രാവശ്യം അവിടെ കാണിക്കുന്നുണ്ടോ സമാധാനമായിട്ടോ എന്ന് പറയും. കൊതി ഉണ്ടെങ്കിൽ പറയും ചെയ്യും, നല്ല കൊതി ഉണ്ട് കേട്ടോ, കോട്ടായ നല്ല ഇട്ടിരിക്കണു. അത് ഊതണ സമയത്ത് കോട്ടുവായ വന്നാൽ കൊതി ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ കൊതിയില്ല എന്ന് മാത്രമേ. ഇതൊക്കെ നമ്മൾ കേവലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആയിട്ടൊക്കെ തള്ളിക്കളയും എന്നുണ്ടെങ്കിലും ഇതിലൊക്കെ കുറേ സത്യങ്ങളുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് അറിയണവർ പറയണത്. ഇപ്പോഴത്തെ ഇപ്പം MBBS MD പഠിച്ചവർക്ക് അറിയില്ല കേട്ടോ, അത് അവിടെ ഇതൊന്നും അല്ലല്ലോ പഠിപ്പിക്കണം, ഇതിനെപ്പറ്റി അറിയണം, അവർക്കേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് തൃണാവർത്തൻ വരികയാണ്. അപ്പം നല്ല തഞ്ചാണ്, ഏതായാലും അമ്മയില്ലേ ഇനിയും, ആകാശത്തേക്കാണ്ട് ഉയർത്താം എന്നങ്ങനെ വിളിച്ച് ഇത്തിക്കരപ്പന്ന ചക്രപാംസു വർഷേ സുതപദവീമബലാവിലക്ഷ്യമാതാം അതികരുണ മനുസ്മരം ദശോജൽ പുവിപതിതാ പ്രതവത്സക യഥാകൂ. അതിഗംഭീരമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് കാറ്റങ്ങനെ അടിച്ച് ഇവിടെ കല്ലുപോലും മേപ്പെട്ട് പൊന്തി എന്ന് പറയാണ്. അന്ന് സാധാരണ പന്തലില്ല, കടലാസോ പട്ടയോ മരത്തടി അടക്കം ഇളകുക എന്നല്ലാണ്ട് ഈ കല്ല് കുറച്ച് വലിയ കല്ലൊക്കെ ആകാശത്തേക്കാണ് പോവുക. അത് തലയിലിങ്ങോട്ട് വന്ന് വീണാത്ത സ്ഥിതിയൊന്നും ആലോചിക്കും, മരണം തന്നെ സംഭവിക്കുകയും. അങ്ങനെയുള്ള ശർക്കര തൃണാവർത്തരു ദൃഷ്ടാവി ശർക്കരാവിരുപത്തുത എന്നാണ്. ശർക്കര എന്ന് പറഞ്ഞാൽ കല്ലാണ് സംസ്കൃതത്തിൽ. കല്ലുപോലും ആകാശത്തേക്ക് ഉയരത്തക്ക വിധത്തിലുള്ള കൊടുങ്കാറ്റ് വന്നു. വേഗം ആ യശോദ വല്ലാതെ ഭയന്നു. ഒരു അനുബലഭ്യനന്ദസൂനം, എവിടെ ഉണ്ണി എവിടെ ഉണ്ണി ഉണ്ണി എന്നുള്ള ആ വിളി ഗോകുലത്തിലിങ്ങനെ മുഴങ്ങിക്കേട്ടു. ഉണ്ണി 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 ഇങ്ങനെ വിളിക്കുന്നുണ്ട്. തത് ഒരു അനുബലഭ്യനന്ദസൂനം പവന ഉപാരതപം സുവർഷവേഗി. അനവധി പൊടികൾ, എല്ലാ ദിക്കിലും പൊടിപട്ടലങ്ങൾ ഇങ്ങനെ എല്ലാ ദിക്കിലും പറത്തിക്കൊണ്ടാണ് തൃണാവർത്തൻ കാറ്റായിട്ട് വന്നിരിക്കണ. വാത്യാരൂപധരോഹരൻ, വാദത്തിൻ്റെയും കാറ്റിൻ്റെയും രൂപത്തിൽ വന്നിട്ട് ഭഗവാനെ എടുത്ത ആകാശത്തേക്കാണ്ട് ഉയർത്തി എന്നാണ്. യശോദയുടെ കരച്ചിൽ അയ്യോ ഉണ്ണി ഉണ്ണി എന്നും പറഞ്ഞ് അതൊരു ഭാഗത്ത് ആകാശത്തെത്തിയപ്പോൾ ഭഗവാൻ എന്തായി, വേഗം കഴുത്തിലൊരൊറ്റ പിടുത്താണ്ട് പിടിച്ചു. പിടിച്ചതോടുകൂടി വിടൂ വിടൂ വിടൂ, പൂതരിയും വിടാനാ പറഞ്ഞതേ. ഒരിക്കലും ഭഗവാൻ പിടിച്ചാൽ നമ്മൾ ഭഗവാനെ വിട്ടു എന്ന് വരും, പക്ഷേ ഭഗവാൻ നമ്മളെ വിടില്ല. ആ ഒരു തത്വമാണ് കാണിക്കണത്. ഒരിക്കൽ വേണമെന്ന് തോന്നിയേ വേണ്ടൂ, ഒരിക്കലും അതിലേക്ക് വന്നാൽ പിന്നെ ആരും അതൊന്നും പോവില്ല. നമ്മൾ വിട്ടാലും ഭഗവാൻ വിടാറില്ല. അവിടെ ഭഗവാന്റെ ഭക്തവാസയില്ലല്ലേ. കുട്ടി ഇപ്പം ഞാൻ ഇവിടുന്നാണ് പോവുകയാണ്, അമ്മയോട് ദേഷ്യപ്പെട്ട് അമ്മ വിടുമോ? അയ്യോ കുട്ടി പോവരുത് എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. അതുപോലെ ഭഗവാൻ ആ രാവർത്തനെ അവിടെ കഴുത്തിൽ അങ്ങോട്ട് പിടിച്ചു, വിടാൻ പറഞ്ഞു. കൊതറി യാതൊരു രക്ഷയില്ല. അങ്ങനെ വേഗം ആ വലിയ ശരീരത്തെ കാണിച്ചുകൊണ്ട് താഴത്തേക്കാണ്ട് വീണു പറയുകയാണ്. അതിൻ്റെ മുകളിൽ ഭഗവാൻ കളിക്കുന്നുണ്ട്. ഒരു നീലരത്നത്തിനെ പോലെ ഗോപികളെല്ലാവരും അയ്യോ അതാ വലിയൊരു സാധനം വന്ന് വീണിരിക്കണു, എന്താ അത്
നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു നീലരത്നത്തിനെ പോലെ ഭഗവാൻ ശോഭിക്കുന്നുണ്ട്. നാരായണത്തിൽ ഗോപാദുർഗിരിവരാദിവ നീലരത്നം, നല്ലൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു നീലരത്നം പ്രകാശിക്കുന്ന പോലെ ഭഗവാന് യാതൊരു ഭാവമോ വ്യത്യാസമോ പേടിയോ പരിഭ്രമോ ഇല്ലാണ്ട് ഞാൻ ഇവിടെ ഉണ്ടായി എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നും പറയണ പോലെ അങ്ങനെ പുഞ്ചിരിച്ചിരിക്കണു. വേഗം അവിടുന്ന് എടുത്തു, വേഗം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാരണം വാസുദേവയോ മാനയാമാസ വിസ്മിത. അങ്ങനെ ആ തൃണാവർത്തൻ്റെ കഥ ഭഗവാൻ കഴിച്ചു എന്ന് പറയുകയാണ്. ഈ 2 കാര്യങ്ങൾ 3 കഥയായി. ഇപ്പോൾ ഇതൊക്കെ പറയുക വെച്ചാൽ തത്വാർത്ഥങ്ങളാണ് എന്നാണ് പറയുക. നമ്മൾ വിചാരിക്കും സാധാരണ കഥ അല്ലേ, എത്ര പറഞ്ഞാലും നമുക്ക് വീണ്ടും പറയാനുള്ള ആ ഒരു ആവേശവും സുഖവും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതായതുകൊണ്ട് തന്നെയാണ് അല്ലേ. വേറെ കഥകൾ ഇപ്പോൾ അത് വല്ലതും പറയാനുണ്ടോ? അങ്ങനെ നോക്കുക വെച്ചാൽ ആ വിചാരിക്കും ബാലലീല എന്തായാലും എന്ന് പറയേണ്ട പോർഷൻ പിന്നിലല്ലേ, നമുക്ക് അവിടെ എത്തണം, വേഗം കഴിക്കണം. അന്നാവും എല്ലാ ദിവസത്തേക്കാളും പറയിപ്പിച്ചിട്ടേ വിടുള്ളൂ ഭഗവാൻ. ബാലലീലയുടെ പ്രത്യേകത എത്ര നമ്മൾ പറഞ്ഞാലും ചുരുക്കാൻ പറ്റില്ല, എന്ന് വേഗം ഓടിക്കണം എന്ന് വിചാരിക്കുകയല്ലാതെ നമുക്കതിന് കഴിയില്ല. ഭഗവാന്റെ ഒരു ശക്തിയാണത്. മറ്റു കഥകൾ ചുരുക്കിയാലും ബാലലീല ചുരുക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. ഭഗവാനത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം പറഞ്ഞ് നമ്മൾ തന്നെ എല്ലാം മറക്കുകയാണ്. സമയബോധമോ കാര്യങ്ങളോ ഒക്കെ അതിലാണ്ട് ലയിച്ചാൽ പിന്നെ വല്ലതും ഉണ്ടോ? അപ്പോൾ എന്താണതൊക്കെ കാരണം? പൂതനയുടെ കാര്യം കൊണ്ട് കാണിക്കുന്നത് ശുദ്ധിയില്ലാത്തതായിരിക്കുന്ന ജീവൻ സത്സംഗം കൊണ്ടും ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ശുദ്ധി ഉണ്ടാവും. കുറേ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്കതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. അതാണ് സത്സംഗം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിൽ ശുദ്ധാക്കാൻ പറ്റൂ. മറ്റൊക്കെ പുറത്തേക്ക് കുളിച്ചതുകൊണ്ട് ശുദ്ധമാവുള്ളൂ. എങ്ങനെ പോയിട്ട് കുളിച്ചാലും ഉള്ളിൽ ശുദ്ധമായിക്കൊള്ളുന്നില്ല. ഉള്ളിൽ ശുദ്ധമാവണമെങ്കിൽ ഈ ഒരു ഔഷധം ഉള്ളിലേക്ക് അങ്ങനെ ചെല്ലണം എന്ന് പറയാം. അപ്പോൾ പൂതന ഭഗവാനോടുകൂടി ചേർന്നിട്ട് ശുദ്ധി നേടി എന്നാണ്. പൂതന നമ്മളൊക്കെ ശുദ്ധിയില്ലാത്ത ജീവന്മാരായാൽ ആ ശുദ്ധി എങ്ങനെ ഉണ്ടാക്കാം? സത്സംഗം കൊണ്ടും കൃഷ്ണകഥകൾ കേൾക്കുന്നത് കൊണ്ടും മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പം എന്താണ് ശകടാസുരൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓടുക അല്ലേ. നമ്മുടെയൊക്കെ സ്ഥിതി തിരക്കാണ് കേൾക്കണമെന്നുണ്ട്, വരണമെന്നുണ്ട്, സമയമില്ല കേട്ടോ, 100 തിരക്കാ, മകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തിരക്കായിട്ട് ലേശം സ്വസ്ഥമായിട്ട് ഇരിക്കാനോ കേൾക്കാനോ നമുക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കണം, ആസ്വദിക്കണം എന്ന തോന്നൽ. വേറെ ഉള്ളതിനൊക്കെ നമുക്ക് സമയമില്ലേ? പാട്ട് കേൾക്കാനും സീരിയൽ കാണാനും സിനിമ കാണാനും മരിച്ചോടത്ത് പോകാനും വിവാഹത്തിൽ പങ്കെടുക്കാനും ഒക്കെ നമുക്ക് സമയമുണ്ട്, പാർട്ടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ നമ്മൾ സമയമില്ല എന്ന് എക്സ്ക്യൂസല്ലേ, ഒഴികഴിവാണ്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ചേർന്നിട്ട് മാത്രമേ മനസ്സിന് ശുദ്ധി ഇതിലുള്ളതായിരിക്കുന്ന ഒരു രസിക്കൽ അതുണ്ടാക്കാൻ പറ്റും. ഒരു നിമിഷം കൊണ്ടൊന്നും അതുണ്ടാവില്ല. അനവധി കേട്ട് നമ്മൾ ആ ഈശ്വരനോട് അടുക്കുമ്പോൾ തോന്നും ഇതന്നെയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടത്, മറ്റതൊന്നുമല്ല. ആ ഒരു ബോധത്തിലേക്കാണ് എത്തിയാലോ പിന്നെ നമ്മൾ സത്സംഗം എവിടെ ഉണ്ടെങ്കിലും അത് വിടൂല്ല, കേൾക്കാനുള്ള അവസരം പാഴാക്കൂല്ല. അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഓടുക. ഇതാണ് ശകടാസുരൻ. വണ്ടിക്ക് എന്താ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഓടുക, കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂർക്ക് ഓടുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക, ഇവിടുന്ന് അങ്ങോട്ട് ഓടുക. കുറച്ച് നേരം നിന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓടുക. ഇങ്ങനെ ഓടിയിട്ട് ജന്മം കളയണതിന് പകരം ഓടേണ്ടോർത്ത് ഓടാം. കുറച്ച് നേരം ഒതുങ്ങിയിരുന്നിട്ട് ഒരു സഹസ്രനാമം ചെല്ലാനോ ഭാഗവതം കേൾക്കാനോ ഈശ്വരനെ വല്ല വായിക്കാനോ ഭഗവാന്റെ കഥ കേൾക്കാനോ സമയം കണ്ടെത്തണം. ഓടി ജന്മം കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് വണ്ടി പഠിപ്പിക്കണം. ആ വണ്ടി നമ്മളും ഒരുപോലെയാവാൻ പറ്റുമോ? ഒരുപോലെയാവാൻ പാടുമോ? അത് ജീവനില്ലാത്ത വസ്തുവാണ് അല്ലേ. നമ്മൾ വിശേഷബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ആ വ്യത്യാസം കാണിക്കണം, വണ്ടി പോലെ ആവരുത്. ഇനി 3ാമത്തെ തൃണാവർത്തൻ, മേൽപോട്ട് അടിച്ചു കയറുന്ന ആ തൃണാവർത്തൻ എന്തിനെ കാണിക്കണു? മോഹങ്ങളെയാണ് കാണിക്കണം. 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ 1000 മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ഐതമാകിൽ ആശ്ചര്യമെന്നതും, ആശയായുള്ള പാശത്തിൽ കരയേറാതെ മേപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോഹത്തിൻ്റെ ആ വലയമാണ് ചുഴലിക്കാറ്റായിട്ട് ഇവിടെ കാണിച്ചത്. അതിൽ നിന്നൊരു അറുതി വരുത്താത്തോളം കാലം മനസ്സ് ഭഗവാനിൽ ഉറക്കില്ല അല്ലേ. ഈ ലോകത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയാൽ അതിൻ്റെ പിന്നാലെ പോക്കന്നെ ഉണ്ടാവുള്ളൂ. അത് നിവർത്തിക്ക് എവിടെ ഉണ്ടായതൊക്കെ അവിടെ ഇട്ട് പോകാനേ പറ്റൂ അല്ലേ. അംശല്ലിലോ ഇവിടെ ഉണ്ടായതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്, കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. അതിലിടയ്ക്ക് ചില എപ്പിസോഡ് മാത്രമാണ് ഈ ജീവിതം. അനവധി സീരിയലുകളിലത്തെ ചില എപ്പിസോഡാണ് ഈ ജീവിതം. ഇവിടുന്ന് അങ്ങോട്ട് വരാനിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി 2 നാമം ജപിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തി ഉണ്ടാവാനും നമുക്ക് ആ ആഗ്രഹം വരണമെങ്കിൽ എന്തുണ്ടാവണം? ധനം,
അല്ലെങ്കിൽ ലൗകിക കാര്യങ്ങൾ ഇതിനോടുള്ളതായ വിരക്തി സാവധാനം ഉണ്ടാവണം. എത്ര കിട്ടിയാലാ മതിയാവുക? അപ്പം അങ്ങനെ ധനത്തിൻ്റെ പിന്നാലെയുള്ള പോക്കാണ് ഈ തൃണാവർത്തൻ്റെ മോഹവലയങ്ങൾ കാണിച്ചു തരുന്നത്. എന്നിട്ട് എവിടെ എത്തി? തൃണാവർത്തൻ്റെ കഥ കഴിഞ്ഞു. അപ്പം അതുപോലെ ജീവിതം കളയല്ല വേണ്ടത് എന്ന് തൃണാവർത്തനും നമുക്ക് കാണിച്ചു. എല്ലാ കഥകളും അങ്ങനെയാണ്, ഈശ്വരനിലേക്ക് അടുപ്പിക്കാനാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ്. ഇനി അതിനുശേഷം ഈ സമയത്ത് ഉണ്ണിക്ക് 2 ഉണ്ണിമാർ വീട്ടിൽ ഗർഗ മഹർഷി അവിടെ വരികയാണ്. ആ സമയത്ത് ഗർഗനെ നമസ്കരിച്ച് കുട്ടികൾക്ക് നാമകരണം ചെയ്യാൻ നന്ദഗോപുരം അപേക്ഷിക്കുന്നു. ആ കുട്ടികൾക്ക് ജാതകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനെ തുടർന്ന് ബാലലീലയും അടുത്ത അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.